ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഹരണ രീതികൾ എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 50 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ശിഷ്ടം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? അതുപോലെ 1 ശിഷ്ടം വരുന്ന സംഖ്യകളോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമില്ലാത്ത, അതായത് 0 ശിഷ്ടം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? എല്ലാ ഇരട്ട സംഖ്യകളും 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഉണ്ടാവില്ല അല്ലേ? ഏത് ഇരട്ട സംഖ്യക്കും 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഏതൊക്കെയാണ്? 2, 4, 6 തുടങ്ങുന്ന ഇരട്ട സംഖ്യകളെല്ലാം എത്ര വരെ ഉണ്ടോ അതിനൊന്നും എന്തുണ്ടാവില്ല? ശിഷ്ടം ഉണ്ടാവില്ല. ഒക്കെ 0 ആയിരിക്കും ശിഷ്ടം വരുന്നത്. ഇനി അതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ശിഷ്ടം വരുന്ന സംഖ്യ ഏതൊക്കെയാണ് എന്നാണ് അല്ലേ? 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആവുന്നത് ഏത് സംഖ്യക്കൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ ഒറ്റ സംഖ്യകളും 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആയിരിക്കും അല്ലേ? അപ്പോൾ നോക്കൂ, ആദ്യത്തെ ഒറ്റ സംഖ്യ 1. ആ 1നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായിരിക്കും? ഹരണഫലം 0 ആയിരിക്കും, പിന്നെ ശിഷ്ടം 1 ആയിരിക്കും. അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി 3നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴോ ഹരണഫലം 1 ആയിരിക്കും, ശിഷ്ടം 1 ആയിരിക്കും അല്ലേ? മനസ്സിലാവുന്നില്ലേ? അതായത് 3ൽ എത്ര 2 ആണുള്ളത്? 3ൽ ഒരു 2 ആണുള്ളത്, പിന്നെ ബാക്കി 1 ഉണ്ട്, അതാണ് ശിഷ്ടം 1 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ സംഖ്യകളല്ല എന്നാണ് പറയുക അല്ലേ? എല്ലാ ഒറ്റ സംഖ്യകളും 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആയിരിക്കും. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായി ഏതൊക്കെ സംഖ്യകൾ വരാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരേ ശിഷ്ടം വരുന്നവ ഓരോ സംഖ്യാക്രമങ്ങളായി എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ആദ്യം ചോദിച്ചിട്ടുള്ള എന്താണ്? 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായിട്ട് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് അല്ലേ? അപ്പോൾ ഏതൊരു സംഖ്യനെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരും ഏതാണ്? ആ 3ൻ്റെ താഴെയുള്ള സംഖ്യകളായിരിക്കും. അതായത് 0 ആവാം, 1 ആവാം, 2 ആവാം. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോഴാണെങ്കിലോ അതിൻ്റെ താഴെയുള്ളത്, അങ്ങനെയാണ് വരിക. അപ്പോൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായിട്ട് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 0, 1, 2 ആവാം. ഇനി അടുത്ത ചോദ്യം എന്താണ്? അതിൽ തന്നെയുള്ള ഒരേ ശിഷ്ടം വരുന്നവ ഓരോ സംഖ്യാക്രമങ്ങളായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 0 ശിഷ്ടമായിട്ട് വരുന്നത് ഏതായിരിക്കും? 3ൻ്റെ ഗുണിതങ്ങളായിരിക്കില്ലേ? അതായത് 3ൻ്റെ ഗുണന പട്ടികയിൽ വരുന്നതൊക്കെ 0 ശിഷ്ടം. 3, 6, 9, 12, 15, 18 അങ്ങനെ തുടരുന്ന സംഖ്യകളൊക്കെ എന്തായിരിക്കും? അതിനൊക്കെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 0 ആയിരിക്കും കിട്ടുക. ഇനി അടുത്തത് പിന്നെ 1 ശിഷ്ടം വരുന്നത് ഏതാ നോക്കാം. അപ്പം അതെങ്ങനെയാണ് എഴുതുക? നോക്കൂ, ശിഷ്ടം 0 ആയിട്ട് വരുന്നേക്ക് ഒന്നും കൂടെ കൂട്ടി കൊടുത്താൽ ശിഷ്ടം 1 കിട്ടൂലേ? അതായത് 3 എന്നുള്ളതിന് പകരം 4 കൊടുക്കുക, 6ന് പകരം 7, 9ന് പകരം 10 അങ്ങനെ കൊടുത്തു പോകുക. പിന്നെ ഒന്നും കൂടെ കൂട്ടിയിട്ട്, അതായത് 3ൻ്റെ ഗുണിതങ്ങൾക്കൊക്കെ ഒന്നും കൂടി കൂട്ടിയ സംഖ്യകളായിരിക്കും എന്ത്? ശിഷ്ടം 1 വരുന്നത് അല്ലേ? അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? ശിഷ്ടം 1 കിട്ടും അല്ലേ? 4ൽ എത്ര 3 ഉണ്ട്? 1 3, ശിഷ്ടം 1. 7ൽ എത്ര 3 ഉണ്ട്? 2 3, ശിഷ്ടം എത്രയാണ്? 1 അല്ലേ? അങ്ങനെ ഓരോ സംഖ്യനെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ എത്രയായിരിക്കും? ശിഷ്ടം 1 ആയിരിക്കും കിട്ടുക. അപ്പോൾ 4, 7, 10, 13, 16, 19 അങ്ങനെ തുടരുന്ന സംഖ്യകളാണ് ശിഷ്ടം 1 കിട്ടുക. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുക ഈ സംഖ്യകൾക്കായിരിക്കും. ഇനി വേണമെങ്കിൽ ഇതിക്ക് 1 എന്നും കൂടെ കൂട്ടാല്ലേ? 1 ആകുമ്പോൾ എന്തായിരിക്കും? 1നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ്? ഹരണഫലം 0 ആയിരിക്കും, എന്നാലോ ശിഷ്ടം 1 ആയിട്ടും നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അതിന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇനി എന്താണ്? 2 ശിഷ്ടം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അത് ഏതൊക്കെയായിരിക്കും? നമുക്ക് ഒരു ശിഷ്ടം വരുന്നത് ഏതാണ്? 4, 7, 10 അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ശിഷ്ടം 2 ആവണമെങ്കിൽ അതിലേക്ക് ഒന്നും കൂടി കൂട്ടിയാൽ മതി. ആ 4 എന്നുള്ളിലേക്ക് ഒന്നും കൂടെ കൂട്ടുമ്പോൾ 5, 7ക്ക് ഒന്നും കൂടെ കൂട്ടുമ്പോൾ 8 അങ്ങനെ നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ 5, 8, 11, 14, 17, 20 തുടങ്ങിയ സംഖ്യകളായിരിക്കും എന്ത്? ശിഷ്ടം 2 വരിക. ഒന്ന് ഹരിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് 5ൽ എത്ര 3കൾ ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. 5ൽ എത്ര 3 ഉണ്ട്? ഒരു 3 അല്ലേ ഉള്ളൂ. ഒരു 3 എന്ന് കഴിഞ്ഞാൽ ഒരു 3, 3. ബാക്കി എത്രയാണ് ശിഷ്ടം വരുന്നത്? 5 3 വറക്കുമ്പോൾ 2 അല്ലേ? അപ്പോൾ ശിഷ്ടം 2 വരുന്നുണ്ട് അല്ലേ? ഇനി 8ന് അങ്ങനെ ഒന്ന് അരിച്ചു നോക്കൂ. 8നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര 3 ഉണ്ട്? 2 3 ആണുള്ളത്. 2 3 6 ആണ്. 6 കഴിഞ്ഞാൽ 8ക്ക് 2 ഉണ്ട് ശിഷ്ടം. അപ്പോൾ പിന്നെ അതിലും എന്താണ്? ശിഷ്ടം 2 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശിഷ്ടം 2 വരുന്ന സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെ എഴുതാം? 5, 8, 11, 14, 17 തുടർന്ന് സംഖ്യകൾ എഴുതാം അല്ലേ? ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2ഉം എഴുതാം. എന്തുകൊണ്ടാണ് 2 എഴുതാൻ പറ്റുമെന്ന് പറയുന്നത്? 2നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 2നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം കിട്ടുന്നത് 0 ആണ് അല്ലേ? ഹരണഫലം ഇല്ല, അതിൽ 3 ഇല്ല. പക്ഷെ ശിഷ്ടം ഉണ്ടല്ലോ, എത്രയാണ്? 2 ഉണ്ട്. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്കത് എഴുതാം. പക്ഷേ നമ്മളിങ്ങനെ എഴുതിയാൽ മതി. 5, 8, 11 അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.